ചെറുപ്പക്കാരോട് ചോദിക്കാൻ, മോനെ എന്റെ കല്യാണം കഴിക്കാത്തത്? ഉടനെ പറയും, സാറേ കുറച്ച് പൈസക്ക് ആവട്ടെ, കല്യാണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് പൈസക്ക് ആയിക്കോട്ടെ, ഗൾഫിലൊക്കെ പോയി നല്ലൊരു ജോലിയൊക്കെ ആയി അങ്ങനെ വിടക്കെടുത്തിട്ട് കല്യാണം കഴിക്കാം, പ്രശ്നമില്ല. നിനക്ക് നിന്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുമോ? നോ പ്രോബ്ലം. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അന്യ സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല. കല്യാണ വേളകളിൽ കല്യാണ സദസ്സുകളിലേക്ക് ചെന്നിട്ട് നമ്പർ കൈമാറാൻ പാടില്ല. സ്കൂളിലുള്ള തന്റെ സഹപാഠികളോട് രാത്രിയുടെ യാമങ്ങളിൽ നീ സംസാരിക്കാൻ പാടില്ല. ക്ലാസുകളിലും ക്യാമ്പസുകളിലും ചെന്നിട്ട് തന്റെ കാമുകന്മാരോട് കൊഞ്ചിക്കുഴയാൻ പാടില്ല. നിനക്ക് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ? എങ്കിൽ നീ കല്യാണം കഴിക്കാതിരുന്നോ? കഴിയില്ലേ? ഉടനെ കല്യാണം കഴിക്കണം. ഉപ്പമാരാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മക്കൾ വന്നിട്ട് ഉപ്പാ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ചോദിക്കില്ലായിരുന്നു. ഇത് ഉപ്പമാരാണ് ശ്രദ്ധിക്കേണ്ടത്. മോന് പഠനം കഴിഞ്ഞു എന്ന പൊട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. കല്യാണം കഴിച്ചു കൊടുത്താൽ അവനൊരു ഉത്തരവാദിത്ത ബോധം വരും, റെസ്പോൺസിബിലിറ്റീസ്. അവൻ ചിന്തിക്കും, എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യയെ നോക്കണം, മക്കളുണ്ടായാൽ മക്കളെ നോക്കണം. ഇതൊക്കെ അവന്റെ തലയിലേക്ക് വരുന്നത് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാതെ ലക്ഷ്യമായിട്ട് കന്നുകാലികളെ പോലെ വിട്ടു കഴിഞ്ഞാൽ രാത്രി അവൻ 12 മണിവരെ ബസ് സ്റ്റാൻഡിൽ ചെലവഴിക്കുകയല്ലേ, പീഡികത്തിണ്ണയിൽ ഇരിക്കുകയല്ലേ, റോഡിന്റെ ഇരുവശങ്ങളിൽ ചങ്ങാതിമാരുടെ കൂടെ സുഹൃത്തുക്കളുടെ കൂടെ കണ്ടവന്റെ പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ട് ചെലവഴിക്കുകയല്ലേ. അതിന്റെ ഹറാം അനുഭവിക്കേണ്ടത് മാതാപിതാക്കളല്ലേ. അപ്പൊ കല്യാണത്തിനുള്ള ചെലവ് അത് 10ഉം 5ഉം 8ഉം ലക്ഷങ്ങളല്ല. ഒരു 10,000 രൂപ, എന്തെങ്കിലും ഒരു പവൻ സ്വർണം അല്ലെങ്കിൽ ഒരു അരപവൻ സ്വർണം മഹറായിട്ട് നൽകി കല്യാണത്തിന് ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന ഭക്ഷണം നൽകിയിട്ട് ഒരു 10,000 രൂപ കൊണ്ട്, ഒരു 15,000 രൂപ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? എങ്കിൽ കഴിച്ചോ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലനക്കിയാൽ സമ്പത്ത് ഇഷ്ടം പോലെ കൊണ്ടുവെക്കാൻ തയ്യാറുള്ള സ്വഹാബാക്കൾ, ഇഷ്ടംപോലെ ഹദിയകൾ നൽകുന്ന സ്വഹാബാക്കൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മൾ മാതൃകയാക്കേണ്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കല്യാണത്തിന് ഒരു ആട് പോലും പ്രവാചകൻ അറുത്തിട്ടില്ല. ഇത് ലോകത്തിന്റെ നേതാവാണ്, സാമ്രാജ്യങ്ങളെ ഭരിച്ചിരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനും കഴിയാനിട്ടല്ല, സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ സമൂഹം കണ്ട് പഠിക്കട്ടെ. ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിയേ, നിങ്ങളിൽ എന്റെ സമൂഹത്തിന് ഉത്തമമായ മാതൃകയുണ്ട് നബിയേ. ആർക്കാണ് മാതൃക? ആരാണ് നബിയെ പിൻപറ്റുക? ലിമാ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവർ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്നവർ, ഖബറിനെ ഭയക്കുന്നവർ, നരകത്തിന്റെ ശിക്ഷയെ ഭയക്കുന്നവർ, ഇവർക്കാണ് ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്. നബിയേ, അങ്ങയിൽ ഉത്തമമായ മാതൃകയുണ്ട് അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക്. അപ്പൊ കല്യാണത്തിന് മാതൃകയാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, അല്ലേ? അവരെയാണ് മാതൃകയാക്കേണ്ടത്. ഒരാൾക്ക് സമ്പത്തുണ്ട് എങ്കിൽ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, അവിടെയും ധൂർത്ത് വേണ്ട, അവിടെയും ആർഭാടം വേണ്ട സഹോദര. നമ്മളാൽ കഴിയുന്ന നല്ല വിഭവങ്ങൾ നൽകുന്നതിലൊരു പ്രശ്നമില്ല. പാവപ്പെട്ടവനെ വേർതിരിക്കാതെ, പണക്കാരനെ വേർതിരിക്കാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നല്ല വിഭവങ്ങൾ നൽകുന്നത് ഇസ്ലാം എതിരല്ല കേട്ടോ. അതുകൊണ്ട് സമ്പത്തിന്റെ പൈസയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, കല്യാണം കഴിച്ചോ? ഇല്ല നബിയേ. പൈസ ഉണ്ടോ? സമ്പത്തുണ്ടോ? ഉണ്ട് നബിയേ.
പിശാചിന്റെ സഹോദരനാണ്. കല്യാണം കഴിക്കാത്തവരെ നോക്കിയിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത്? ശൈത്താനിന്റെ പിശാചിന്റെ സഹോദരനാണോ നീ? നീ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ നിനക്ക് പൗരോഹിത്യം സ്വീകരിക്കാമായിരുന്നു, കല്യാണം കഴിക്കാതെ നിനക്ക് നിൽക്കാമായിരുന്നു. പക്ഷേ ഇന്നമിൻ സുന്നത്തിന എന്റെ ചെറ്റയിൽപ്പെട്ടതല്ലേ കല്യാണം കഴിക്കലിന്റെ ചെറ്റയിൽപ്പെട്ടതല്ലേ? അതുകൊണ്ട് മോനെ എന്റെ സുന്നത്തിനെ സുന്നത്തി എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല കേട്ടോ. സാമ്പത്തിക ശേഷിയുണ്ടായിട്ട് പ്രായമെത്തിയിട്ട് കല്യാണം കഴിക്കാതെ തെറ്റ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാ, കിട്ടിയവനെ സ്നേഹിച്ച് നടക്കുന്ന, കണ്ടവർക്കൊക്കെ നമ്പർ കൈമാറുന്ന ചെറുപ്പക്കാരാ, നിന്നെ കുറിച്ചല്ലേ പറഞ്ഞത് പിശാചിന്റെ സഹോദരനെന്ന്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ടവൻ, ഏറ്റവും ചീത്ത മനുഷ്യൻ കല്യാണം കഴിക്കാത്തവനാണ്. കല്യാണം കഴിക്കാതെ നടക്കുന്നവനാണ്. നിങ്ങളിൽ ഏറ്റവും നീചമായി വിധിക്കുന്നതും കല്യാണം കഴിക്കാത്തവനാണ്. പഠിക്കണ്ടേ ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കാതെ വിവാഹം കഴിക്കാതെ കണ്ടവനോടും കിട്ടിയവനോടും സംസാരിച്ചിട്ട് ഹറാമ് ചെയ്തിട്ട് നീ എങ്ങാനും മരിച്ചു പോയാൽ നിന്നെ കുറിച്ചല്ലേ പറയുന്നത്, നിന്നോടല്ലേ പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായി ധന്യമായി മരിക്കുന്നത് കല്യാണം കഴിക്കാത്തവനാണ്. എന്നിട്ട് അല്ലാഹു നിന്റെ റസൂല് പറയുകയാണ്, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്തെന്നറിയുമോ? എത്ര വലിയ സൂഫിയാവട്ടെ, എത്ര വലിയ ദീനീ ബോധമുള്ളവനാവട്ടെ, സ്വാലിഹീങ്ങളെ ചിന്തിക്കണം. ചെറുപ്പക്കാരാവും നിങ്ങളോട് ശ്രദ്ധിക്കുക. നീ എത്ര വലിയ സ്വാലിഹാണെങ്കിലും, നിസ്കരിക്കുന്നവനാണെങ്കിലും, നോമ്പ് പിടിക്കുന്നവനാണെങ്കിലും, ശൈത്താൻ നിന്നിൽ ഉപയോഗിക്കുന്ന ആയുധം എന്തെന്നറിയുമോ? പെണ്ണിനെ കൊണ്ട് നിന്നെ പരാജയപ്പെടുത്തുമെന്ന്, പെണ്ണിനെ ഉപയോഗിച്ചിട്ട് നിന്നെ കളിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ശൈത്താൻ ഏറ്റവും നല്ല ആയുധം, ശൈത്താനിന് വഴിപിഴപ്പിക്കാൻ ലഭിച്ച ഏറ്റവും വലിയ ആയുധം അത് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണ്. അതുകൊണ്ടല്ലേ കിട്ടിയ നമ്പറുകളിലേക്ക് വിളിച്ചു നോക്കുക. പെണ്ണാണെങ്കിൽ അരമണിക്കൂറും 1 മണിക്കൂറും സംസാരിക്കുന്നത് ആരാണെന്നില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 കുട്ടികളുള്ളവരായിരിക്കാം, ഒരുപക്ഷെ ആരുടെയെങ്കിലും കുടുംബക്കാരായിരിക്കാം, ആരുടെയെങ്കിലും ഭാര്യയായിരിക്കാം, തന്റെ സുഹൃത്തിന്റെ ഉമ്മയായിരിക്കാം. നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമേല നമ്മുടെ ചെറുപ്പക്കാർക്ക്. എത്രയോ നമ്പർ മൊബൈലുകളിൽ 5ഉം 6ഉം 7ഉം നമ്പറുകൾ സേവ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച ഉടൻ അടുത്തതാണ്, അത് കഴിഞ്ഞിട്ട് അടുത്തത്. ഇതറിയുന്നുണ്ടോ പാവപ്പെട്ട പെൺകുട്ടികൾ? നീ എന്റേതാണെന്ന് പറഞ്ഞിട്ട് നിന്നോട് മാത്രം ചാറ്റ് ചെയ്യുന്നതിന്റെ ചെറുപ്പക്കാരൻ, അവന് നീ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് അടുത്ത പെണ്ണിനോടാണ്. നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് നിന്നോട് സംസാരിക്കുന്നതെങ്കിൽ നിന്നെക്കാൾ സൗന്ദര്യമുള്ള വേറെ ആളെ കാണുമ്പോൾ ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് നീങ്ങില്ലേ? നിന്നെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് കടന്നു പോവില്ലേ? ഹവാ ജബ് തേസ് ചലത്തെ തോ പത്താ ഭൂം ജാതാ ഹൈ, നയാ ജബ് യാർ മിൽത്തെ തോ പുരാനാ ഛോഡ് ജാതാ ഹൈ. ശക്തമായ കാറ്റുകൾ വരുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ പുതിയ പുതിയ സ്നേഹിതന്മാർ ലഭിക്കുമ്പോൾ പഴയതിനെ ഓർമ്മയിട്ട് ചെയ്തിട്ട് പുച്ഛിച്ചു തള്ളി പുറങ്കാലുകൊണ്ട് വിരിച്ചറിയുകയല്ലേ? നീ
പരിപാലിക്കുന്നുണ്ടാകും നിന്റെ ജീവനാണ്. അവന്റെ മനസ്സിൽ മുഴുവനും നീയാണെന്ന് പാവപ്പെട്ട പെണ്ണേ, നിന്റെ സങ്കല്പം തെറ്റി. 5ഉം 6ഉം നമ്പറുകളില്ലാത്ത ചെറുപ്പക്കാരനില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ